കൗതുകമുയർത്തുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ US-ലെ അലാസ്കയിൽ എത്തിയത് ഒറിജിനൽ പുടിൻ അല്ലത്രേ. പുടിൻ്റെ അപരനാണ് US-ൽ വന്നതെന്നാണ് ചർച്ച. നേരത്തെയും പുടിൻ്റെ അപരന്മാരെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പുടിൻ്റെ രൂപവും ഭാവവും നടത്തവുമാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് കാരണം. അലാസ്കയിലെത്തിയ വ്യക്തിക്ക് കൂടുതൽ വീർത്ത കവിളുകളുണ്ടെന്നാണ് വാദം. ട്രംപിനെ കാണുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പതിവിലും കൂടുതൽ ഉന്മേഷവാനായി കാണപ്പെട്ടതാണ് മറ്റു ചിലരുടെ സംശയം. റഷ്യൻ പ്രസിഡന്റിന് വേണ്ടി എല്ലാ കാലങ്ങളിലും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന നിരവധി അപരന്മാരുണ്ടെന്ന ചർച്ചകൾ നേരത്തെ തന്നെ സജീവമായിട്ടുണ്ട്. ഇത് പുടിൻ്റെ 5ാമത്തെ അപരനാണെന്നാണ് ചിലർ പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് കവിളുകൾ കൂടുതൽ ഉരുണ്ടതാണെന്നതാണ്. ഒപ്പം വലത് കൈ അധികം ചലിപ്പിക്കാതെയുള്ള പുടിൻ്റെ പതിവ് നടത്തമല്ല ഇവിടെ കാണാൻ കഴിയുന്നതെന്നും ഈ വാദം ഉന്നയിക്കുന്നവർ പറയുന്നു. അദ്ദേഹം ഒരുപാട് ചിരിക്കുന്നു എന്ന കണ്ടെത്തലാണ് മറ്റൊന്ന്. പുടിൻ ഇങ്ങനെ നിർത്താതെ ചിരിക്കില്ലത്രേ. പല അവസരങ്ങളിലും റഷ്യൻ പ്രസിഡന്റിന് ഒന്നിലധികം അപരന്മാരുണ്ടെന്ന് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. പുടിൻ്റെ അപരന്മാർ അദ്ദേഹവുമായി പരമാവധി സാമ്യം തോന്നിക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുണ്ടെന്ന് പോലും പ്രചാരണങ്ങളുണ്ട്. ഒരു കൈ ശരീരത്തോട് ചേർത്ത് നിശ്ചലമായി വയ്ക്കുകയും മറ്റേ കൈ സാധാരണ പോലെ വീശിയുമാണ് പുടിൻ നടക്കുന്നത്. അലാസ്കയിൽ വന്ന പുടിൻ അങ്ങനെയല്ലെന്നാണ് ഇവർ പറയുന്നത്. പുടിൻ്റെ ഈ കൈവീശി നടത്തൽ അനുകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും ഈ വാദം ഉയർത്തുന്നവർ പറയുന്നു. വെള്ളിയാഴ്ച അലാസ്കയിലെ എൽമെൻഡോഫ് റിച്ചാർഡ്സൺ സേനാതാവളത്തിൽ വെച്ചാണ് ട്രംപ് പുടിൻ ഉച്ചകോടി നടന്നത്. കനത്ത സുരക്ഷാ വലയമാണ് ഇതിനായി ഒരുക്കിയിരുന്നത്. റഷ്യയിൽ നിന്ന് 1000 മൈൽ ദൂരെ മാത്രമേ ഉള്ളൂ ഇവിടേക്ക്. ശീതയുദ്ധകാലത്തെ ഒരു നിരീക്ഷണ കേന്ദ്രമായിരുന്നു ഈ ബേസ്. പുടിൻ്റെ നീക്കങ്ങളെ റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയന്ത്രിച്ചപ്പോൾ US സീക്രട്ട് സർവീസ് മറ്റൊരു സുരക്ഷാ കവചം പുറത്തു തീർത്തു. യോഗം നടക്കുന്ന മുറിക്ക് പുറത്ത് 10 US ഏജന്റുമാരും മറുവശത്ത് 10 റഷ്യൻ ഏജന്റുമാരും നിരന്നു. തുല്യമായ ആയുധങ്ങളെയും ഇരുഭാഗത്തും വിന്യസിച്ചത്. റഷ്യയിൽ നിന്ന് 1867 US വാങ്ങിയ പ്രദേശമാണ് അലാസ്ക. US-ന്റെ ആർട്ടിക് കേന്ദ്രീകരിച്ചുള്ള ദൗത്യങ്ങൾ ഈ താവളത്തിൽ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. നേരത്തെ ജുനാവോ, ഫെയർബാങ്ക്സ്, ആങ്കറേഡ് നഗരങ്ങളാണ് വേദിക്കായി പരിഗണിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ അലാസ്കയിലെ ഈ എയർബേസിലേക്ക് ഉച്ചകോടിയിലേക്കുള്ള വേദി മാറ്റുകയായിരുന്നു.